പാർലമെന്റിൽ അമിത്ഷായുടെ വെടിക്കെട്ട് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന പ്രസംഗമാണ് നടന്നത്. അമിത്ഷാ പാർലമെന്റിൽ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ പഞ്ഞിക്കിട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കോൺഗ്രസ് വളരെ മ്ലേച്ഛമായ രീതിയിൽ സഭ മുടക്കാനായി കൂകി വിളിക്കുമ്പോഴും പല തരത്തിൽ കോൺഗ്രസ് എന്താണ് ഭരണപക്ഷം പറയുന്നത് എന്ന് ജനങ്ങൾ കേൾക്കാതിരിക്കാനായി പല രീതിയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുകയാണ്. അതായത് സഭ നടത്താൻ സമ്മതിക്കുന്നില്ല. ആരെങ്കിലും സംസാരിക്കുമ്പോൾ എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ കൂകി വിളിക്കുന്നൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അമിത്ഷാ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നിങ്ങൾക്ക് വിദേശകാര്യമന്ത്രി സംസാരിക്കുമ്പോൾ കൂകി വിളിക്കാൻ തോന്നുന്നു, എന്നാൽ നിങ്ങൾ വിദേശ രാജ്യങ്ങളിലെ ആൾക്കാർ പറയുന്നത് മാത്രമാണ് വിശ്വസിക്കുന്നത്, നമ്മുടെ രാജ്യത്തെ വിദേശകാര്യമന്ത്രി എന്താണ് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇന്ന് അമിത്ഷാ ശക്തമായിട്ടുള്ളൊരു മറുപടി കൊടുത്തിരിക്കുകയാണ്. പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് അമിത്ഷാ പാർലമെൻറ്റിൽ സംസാരിച്ചത്. അമിത്ഷാ 27 ടെററിസ്റ്റ് അറ്റാക്കുകളാണ് 2005 മുതൽ 11 വരെ ഈ രാജ്യത്ത് നടന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 1000 ഇന്ത്യക്കാർ അതിൽ കൊല്ലപ്പെട്ടു. 1000 ഇന്ത്യക്കാരാണ് 27 ടെററിസ്റ്റ് അറ്റാക്കുകൾ 2005-ലും 2011-നും ഇടയ്ക്ക് കോൺഗ്രസ് സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ നടന്ന ടെററിസ്റ്റ് അറ്റാക്കുകളുടെ ലിസ്റ്റ് പുറത്തുവിട്ടത്. എന്നിട്ട് അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു, ഞാൻ രാഹുൽ ഗാന്ധിയെ ചലഞ്ച് ചെയ്യുകയാണ്, ഐ ചാലഞ്ച് രാഹുൽ ഗാന്ധി ടു നെയിം എവർ വൺ സ്ട്രോങ് ആക്ഷൻ എന്നാണ് അമിത്ഷാ പറയുന്നത്. ഒരൊറ്റ ആക്ഷൻ, ശക്തമായിട്ടുള്ള ഒരൊറ്റ നടപടി നിങ്ങൾ ഇതിലേതെങ്കിലും ഒന്നിൽ എടുത്തതായിട്ടൊന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെന്നാണ് അമിത്ഷാ പറയുന്നത്. സോണിയാഗാന്ധി ക്രൈഡ് ആഫ്റ്റർ ദ ബാറ്റ്ല ഹൗസ് എൻകൗണ്ടർ. ആ ബാറ്റ്ല ഹൗസിലെ എൻകൗണ്ടറിന് ശേഷം സോണിയാഗാന്ധി പൊട്ടിക്കരഞ്ഞു, അതാണ് ഞങ്ങൾ എടുത്ത ആക്ഷൻ എന്നാണോ നിങ്ങൾ പറയുന്നത്? അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. അഖിലേഷ് ജി, ആർ യു ഇൻ ടച്ച് വിത്ത് പാകിസ്ഥാൻ? അഖിലേഷ് ജി, അതായത് അഖിലേഷ് ജിയോട്, പാർലമെൻറ്റിൽ ഇരിക്കുന്ന അഖിലേഷ് യാദവിനോട് അമിത്ഷാ തുറന്നു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പാകിസ്ഥാനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആർ യു ഇൻ ടച്ച് വിത്ത് പാകിസ്ഥാൻ? അതുകൊണ്ടാണോ നിങ്ങളിങ്ങനെ സംസാരിക്കുന്നത്? ഉണ്ടെങ്കിൽ തുറന്നു പറയൂ എന്നാണ് കൃത്യമായിട്ട് അമിത്ഷാ പറഞ്ഞത്. ഐ തോട്ട് യു വുഡ് സെലിബ്രേറ്റ് എൻകൗണ്ടർ ഓഫ് പഹൽഗാം ടെററിസ്റ്റ് ബട്ട് യു ലുക്ക് അപ്സെറ്റ്. അതായത് നിങ്ങൾ ഇവിടെ പറയുന്നത് പഹൽഗാം ടെററിസ്റ്റുകളെ ഇന്ത്യ വധിച്ചതിൽ ഞാൻ ആനന്ദ തന്തുലിതനാണ് എന്നാണ്. പക്ഷേ നിങ്ങളുടെ മുഖം വല്ലാതെ വികൃതമായിരിക്കുന്നു, വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? പഹൽഗാമിലെ ഭീകരവാദികളെ ഇന്ത്യൻ സേന കൊലപ്പെടുത്തിയതിൽ നിങ്ങൾക്ക് വിഷമം തോന്നുന്നു, പക്ഷേ നിങ്ങൾ പാർലമെൻറ്റിൽ പറയുന്നത് എനിക്ക് സന്തോഷമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് പാകിസ്ഥാനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത്. ചിദംബരം could have asked me for proof but instead gave Pakistan a clean sheet. What's the need to defend them? അതായത് ചിദംബരം ഇത്തവണ പ്രൂഫ് ചോദിച്ചിട്ടില്ല. ചിദംബരം എന്താണ് ഇവിടെ നടന്നത്, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയതിന് പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചില്ല. അതൊരു ഭാഗ്യമായി പോയി. പക്ഷേ അദ്ദേഹം അതിന് പകരം പറഞ്ഞത്, പാകിസ്ഥാനിൽ നിന്നല്ല ഈ ഭീകരവാദികൾ വന്നിരിക്കുന്നത്, അതുകൊണ്ട് പാകിസ്ഥാൻ ഒരു പാവപ്പെട്ട രാജ്യമാണ് എന്ന്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിദംബരം പറയാത്തതെന്ന് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് സമാധാനമായി എന്നാണ് അമിത്ഷാ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് അമിത്ഷാ 3 ടെററിസ്റ്റുകളെയും പഹൽഗാമിൽ ഇൻവോൾവ് ചെയ്ത ആൾക്കാരെയും ആ തലവൻ ഉൾപ്പെടെ വധിച്ചു എന്നുള്ള കാര്യവും പാർലമെൻറ്റിനെ ഇപ്പോൾ കൃത്യമായി അറിയിച്ചിരിക്കുകയാണ്. അതായത് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അമിത്ഷാ പാർലമെൻറ്റിൽ കസറി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.